നാളെ ഏതായാലും കുട്ടിപ്പട്ടാളത്തിനൊക്കെ സ്കൂൾ തുറക്കില്ലേ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ നമുക്ക് മക്കളെയും കൂട്ടി ലുലുലും ഹൈലൈറ്റ് മാളിലൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 3 ഫാമിലി കേട്ടോ. ഇവർക്ക് പ്രവാസികൾക്ക് ഇത് നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെയല്ലേ മക്കളുടെ കൂടെ നമ്മളെല്ലാവരും കൂടി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് യാത്ര പോകുന്നതൊക്കെ ഒരു രസമാണല്ലോ. ഇപ്രാവശ്യം കാക്കും നേരത്തെ ലീവ് കഴിഞ്ഞ് പോയതുകൊണ്ട് കാക്കും മുനീറയും മക്കളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ ഏറ്റവും വലിയ ഇന്നത്തെ ഹൈലൈറ്റ് പറഞ്ഞ ബ്ലോക്ക് തന്നെ നേരത്തെ ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു. ഇപ്പോൾ ലുലുലും പോകണമെന്ന് പറഞ്ഞപ്പോൾ ലുലുലും പോകാനായില്ല, അത്രയും നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ട് പിന്നെ ക്ഷീണം മാറിയത് അവിടെ ചെന്നിട്ട് ഒരു ഐസ്ക്രീം കഴിച്ചപ്പോൾ ബ്ലോക്കിൽ നിന്ന ക്ഷീണം എല്ലാവർക്കും മാറി കിട്ടിയിട്ട് കുഞ്ഞിപ്പെണ്ണിന് നല്ല ജലദോഷം, എന്നാലും ഐസ്ക്രീം അടിച്ച് കയറ്റുന്നുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് ഞങ്ങൾ നല്ലൊരു സെൽഫിയൊക്കെ എടുത്ത്. കുഞ്ഞിപ്പെണ്ണിന് എന്താ മൊത്തം ജലദോഷത്തിൻ്റെയാണ്, നല്ല ഇവർ ഏതാ ടിപ്പുവിൻ്റെ ഹൈദരാലിൻ്റെ എന്തായാലും ഇവർ നല്ല യുദ്ധം കഴിഞ്ഞ് വന്ന ക്ഷീണത്തിലാണ്. അവർ ഊഞ്ഞാലടി ക്ഷീണമൊക്കെ മാറ്റിട്ടോ. ഞങ്ങളപ്പോഴേക്കും ഇതാ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ആരാധ്യമൾ പറഞ്ഞത് അമ്മേൻ്റെ മോഡൽ തന്നെ ഡ്രസ്സ് അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് പറയും എൻ്റെ മോഡൽ കിട്ടിയില്ലല്ലോ അമ്മ എന്ന്. കുഞ്ഞിപ്പെണ്ണിന് സങ്കടം. എന്തായാലും വലിയൊരു മാളാണെങ്കിൽ ഇരിക്കാനൊരു സ്ഥലവും ഇല്ല കേട്ടോ. അപ്പം നടന്നെല്ലാവരും ക്ഷീണിച്ച് നേരെ ട്രെയിനിൽ കയറി വീട്ടിലേക്ക് പോയാലും ആകെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ നടന്നും എടുത്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നടന്ന് എല്ലാവരും പറഞ്ഞു അന്ന് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ ട്രെയിനിൽ കയറി വീട്ടിലേക്ക് പോയാൽ എല്ലാവരും ഓടി വരിക. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയേ. ഫുഡ് ഞങ്ങൾ ബ്രോസ്റ്റഡ് ചിക്കനും പിന്നെ എന്താണ് പൊറാട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് എരിവൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ബ്രോസ്റ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഒരു ഭാഗത്തുള്ള ആൾക്കാരെ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. ഞാനും ഫോൺ കുഞ്ഞിപ്പെണ്ണിന് ബ്രോസ്റ്റഡ് ചൂടായപ്പോൾ പൊളിച്ചിടാൻ വേണ്ടി ഫോൺ അവിടെ വെച്ചപ്പോൾ ഒരു ഭാഗത്തുള്ളവരെ കിട്ടിയില്ല, ഫുള്ള് എല്ലാവരെയും വീഡിയോ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് സംഗതി അറിയുന്നത്. അപ്പോൾ എന്തായാലും ബ്രോസ്റ്റഡ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. വിചാരിച്ചത്ര ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ ആരോ ഒന്ന് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് മയോണൈസിൻ്റെ ഒരു ടേസ്റ്റും ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ മയോണൈസിൻ്റെ ഒരു ടേസ്റ്റും ഇല്ല. അങ്ങനെ ഏതായാലും ഞങ്ങളൊരു 11-11:30 വീട്ടിലെത്തി. അപ്പോൾ നാളത്തെ അംഗം രാവിലെ തുടങ്ങണ്ടേ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.